മൈൻക്രാഫ്റ്റ് സ്പീഡ് റൺ കുറേ പ്ലേയേഴ്സ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ പേര് ചത്തിട്ടുണ്ട്. ആ ചത്ത ലിസ്റ്റിൽ ഞാനും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് റിവെഞ്ച് വേണം. അപ്പം ഞാൻ വേണ്ടി ചെയ്യാൻ പോകണം മൈൻക്രാഫ്റ്റ് സ്പീഡ് റൺ, അതും ജാവയിൽ. അങ്ങനെ ഞാൻ ഈ സ്പീഡ് റൺ 3 ചാപ്റ്ററായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3. അപ്പോൾ ചാപ്റ്റർ 1ലെ ഗോൾ എന്ന് പറയുന്നത് സിമ്പിളാണ്. ഫസ്റ്റ് ഗോൾ ഫുൾ ഡയമണ്ട് ആർമർ ആൻഡ് ടൂൾസ്. സെക്കൻഡ് മേക്ക് അനദർ പോർട്ടൽ. ചാപ്റ്റർ 1 കംപ്ലീറ്റ് ആവും. അപ്പോൾ ഈ 2 ഗോളോടെ നമ്മുടെ ചാപ്റ്റർ 1 അങ്ങനെ കംപ്ലീറ്റ് ആവും. അപ്പോൾ ചാപ്റ്റർ 2ലെ ഗോൾ എന്താണെന്ന് പലരും ചോദിക്കും. അപ്പോൾ ചാപ്റ്റർ 1 കംപ്ലീറ്റ് ആയാലേ ചാപ്റ്റർ 2ലെ ഗോൾ ഞാൻ കാണിക്കൂ. പറയാൻ പറ്റില്ല, എങ്ങനെ ചാപ്റ്റർ 1ൽ തന്നെ ഞാൻ തട്ടിപ്പോയതല്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഇതാണ് വേൾഡിൻ്റെ പേര്. വേൾഡിൻ്റെ പേര് വേറൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഇത് തന്നെ ഇട്ട്. ഓക്കെ, ഇനി നമുക്ക് വേൾഡ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ മൈൻക്രാഫ്റ്റ് ജാവ കളിക്കുന്നത് കൈകൊണ്ടാണ്. എൻ്റെ കീബോർഡ് മൗസ് എന്ന് ഞാൻ യൂസ് ചെയ്യാത്തതിന് ഒരു കാര്യം എനിക്ക് ഇത് കാണിക്കണം. ഞാൻ എൻ്റെ കൈ കൊണ്ട് മൈൻക്രാഫ്റ്റ് ബീറ്റ് ചെയ്യുന്നതെന്ന്. അങ്ങനെ വേൾഡിൽ കയറി ഉടനെ മരം വെട്ടാൻ തുടങ്ങി. ബട്ട് മൈൻക്രാഫ്റ്റ് അപ്പോഴും എൻ്റെ കൂടില്ല. വെട്ടിയ മരം വീണ്ടും അവിടെ വന്ന്. അട്ടർനോസിൻ്റെ പവർ. അങ്ങനെ ഞാൻ അട്ടർനോസിൻ്റെ ബഗ്ഗൊക്കെ നേരിട്ട് ഇനി മൈൻക്രാഫ്റ്റ്, അത് സിംഗിൾ പ്ലെയർ വേൾഡിൽ. എനിക്ക് മനസ്സിലാത്ത കാര്യം, സിംഗിൾ പ്ലെയർ വേൾഡിൽ അട്ടർനോസിൻ്റെ പവറോ? അതൊക്കെ വിടും. അതിനുശേഷം ഞാൻ എൻ്റെ വുഡിനെ പിക്കേഴ്സും കൊണ്ട് സ്റ്റോൺ മൈൻ ചെയ്യാൻ ഇറങ്ങി. അപ്പോൾ കഴിച്ച് ഞാൻ അതിൻ്റെ അകത്തൊരു മോഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഫുൾ ബ്രൈറ്റ്നെസ്. അപ്പോൾ സംഭവം ഇതാണ്, നമ്മൾ എത്ര ഇരുട്ടുണ്ടോ ആ ഇരുട്ടിൽ നമ്മൾ ഈ ബി നിൽക്കിക്കഴിഞ്ഞാൽ ആ ഇരുട്ട് 200 ബ്രൈറ്റ്നെസ് കൂടും. ലൈക്ക് ഇതേപോലെ കേട്ടാ, 1200 ബ്രൈറ്റ്നെസ്. അപ്പം ഇത് ജസ്റ്റ് ഒരു ബ്രൈറ്റ്നെസ് മോഡാണ്. സ്പീഡ് റണ്ണിന് ഭയങ്കര യൂസ് ആവും. അങ്ങനെ സ്റ്റോൺ മൈൻ ചെയ്യാൻ വേണ്ടി പോകുന്ന വഴിക്ക് ഒരു വുഡ് ഉണ്ട്. അപ്പോൾ ആ വുഡ് ഞാൻ മൈൻ ചെയ്തുകൊണ്ട് നേരെ സ്റ്റോൺ മൈൻ ചെയ്യാം. അതിനുശേഷം ഞാൻ സ്റ്റോണിൻ്റെ പിക്കാസ് ഉണ്ടാക്കി, എന്നിട്ട് വീണ്ടും സ്റ്റോൺ മൈൻ ചെയ്തു. അങ്ങനെ സ്റ്റോൺ മൈൻ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ സ്റ്റോണിൻ്റെ ഫുൾ ടൂൾസ് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ആ സ്റ്റോണിൻ്റെ ടൂൾസ് ഉണ്ടാക്കി. ബട്ട് ഇവിടെ പ്രശ്നം വന്നതെന്താണെന്നറിയാം ഗൈസ്, ഞാൻ അറിയാതെ എക്സ്ട്രാ ഒരു പിക്കാസും കൂടെ ഉണ്ടാക്കി. എൻ്റെ മണ്ടത്തരം. അതിനുശേഷം ഞാൻ വീണ്ടും മരം വെട്ടാൻ തുടങ്ങി. നിങ്ങൾക്കറിയത്തില്ല, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഇങ്ങനത്തെ പ്ലെയറാണ്, അതായത് സ്പീഡ് റണ്ണിൽ ബാക്കപ്പ് പ്ലാൻ ആലോചിക്കും. ചിലവരൊക്കെ നേരെ കയറി ചെന്ന് പ്രോ ആയതുകൊണ്ട് അവരൊക്കെ ചെയ്യും. ബട്ട് എന്നെ പോലത്തെ ന്യൂബ് ആൾക്കാർ ബാക്കപ്പ് പ്ലാൻ എടുക്കും. അതുകൊണ്ട് ഇഷ്ടംപോലെ വുഡൊക്കെ മൈൻ ചെയ്തിട്ടേ പോകാറുള്ളത്. അങ്ങനെ ഞാൻ 30ഓളം വുഡ് മൈൻ ചെയ്ത് കഴിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന എന്തുവാ, ഫുഡ്. അപ്പം നിങ്ങൾക്ക് ചിലവർക്ക് എന്നെ അറിയാമായിരിക്കും, ഞാൻ എന്ത് കണ്ടാലും ചാടിക്കറി ആക്രാന്തത്തോടെ അതെടുക്കാൻ നോക്കും. അങ്ങനെ കിട്ടിയ ഫുഡും കൊണ്ട് ഞാൻ പിന്നെ ഈ സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പോകുന്ന വഴിക്ക് എനിക്കൊരു കോഴിനെ കിട്ടി. ഈ കോഴിനെ കാണുമ്പോൾ എനിക്ക് ഒരാളെ ഓർമ്മ വരുന്നുള്ളൂ, എന്നെ തന്നെ. അതുകൊണ്ട് ഞാൻ അവനെ തട്ടിക്കൊന്നു. എന്നെപ്പോലെ വേറെ ആരും വേണ്ട. അതിനുശേഷം ഞാൻ എൻ്റെ എക്സ്പ്ലോറേഷൻ വീണ്ടും തുടങ്ങി. ഇപ്പം MC കോയിനെ കണ്ട പോലെ ഇനി വേണമെങ്കിൽ MC കൗവിനെ കാണാം, MC ഷീപ്പിനെ കാണാം, MC തത്തേനെ കാണാം, MC പറവനെ കാണാം, MC ഗോട്ടിനെ കാണാം, MC പ്രോയിനെ കാണാം. ആ ലാസ്റ്റ് പറഞ്ഞ കാര്യമില്ലേ, അത് ഞാൻ തന്നെയാണ്. അതിനുശേഷം ഞാൻ ഇത്തിരി കറങ്ങിയപ്പോൾ എനിക്കൊരു സ്റ്റോൺ പോലത്തെ മല കിട്ടി. അവിടുന്ന് കുറച്ച് കോളും കിട്ടി, കുറച്ച് കോപ്പറും കിട്ടി. പിന്നെ എന്താവാ, ഞാനതെല്ലാം മൈൻ ചെയ്ത് അതിനുശേഷം കുറച്ച് അയണും കിട്ടി. പിന്നെ അയണും കോപ്പറും സ്മെൽറ്റ് ചെയ്യാനിട്ട് അതിനുശേഷം അതിൻ്റെ ടൂൾസും ആർമറുമായി. അതിനുശേഷം ഞാൻ വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കി എൻ്റെ സ്കിൽസൊക്കെ കാണിക്കാൻ വേണ്ടി. അതിനുശേഷം ഞാൻ ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങി. കാര്യം രാത്രിയായി. കൂടാൻ ഇനി അവിടെ ഒരുപാട് നേരം ഇരുന്ന സോംബി സ്ക്രീപ്പറും സ്കെൽട്ടനും കൂടെ എന്നെ അമ്പ് വെച്ച് കൊല്ലും. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നിട്ട് വീണ്ടും എക്സ്പ്ലോറേഷൻ തുടങ്ങി. അങ്ങനെ ഞാൻ വഴി പോകുന്നതിക്ക് കുറേ ഷീപ്പിനെ കണ്ടു. ആൻഡ് ഈ സമയം എനിക്ക് ഈ ഷീപ്പിനൊക്കെ ഒന്ന് ബെഡ് ഉണ്ടാക്കാം. അങ്ങനെ ബുധകരമായി ഞാൻ അങ്ങോട്ട് മൂവ്മെൻറ്റ് നടത്തിയതാണ്. കൈസുള്ള ചലന്തിയും സ്പൈഡർ സോംബി എല്ലാം കൂടെ എൻ്റെ മേത്ത് അറ്റാക്ക് നടത്തി. അതുകൊണ്ട് ഞാൻ ആ നാട്ടിൽ നിന്ന് തന്നെ സ്ഥലം വിട്ടു. ഏകദേശം 1 കിലോമീറ്ററോളം ഞാൻ ഓടി കൈസ്. എന്നിട്ടും ആ കള്ളപ്പട്ടി സ്പൈഡർ എൻ്റെ പുറകിൽ വിട്ടില്ല. ആ കള്ളപ്പട്ടി സ്പൈഡർ ഇപ്പോഴും എന്നെ ഫോളോ ചെയ്യുക. എന്നെ സ്പൈഡർമാൻ ആക്കാൻ നടക്കും ഈ സ്പൈഡർ. എങ്ങാണ് ഞാൻ സ്പൈഡർമാൻ ആയാലോ. അങ്ങനെ ഞാൻ കുറച്ച് ആനിമലെ കൊന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ ഹേറ്റേഴ്സിനെ കണ്ടുപിടിച്ചു ഗൈസ്. അവന്മാർ ദേ നിൽക്കുന്നു. 3 പേര് വരുന്നുണ്ടാ ഹേറ്റേഴ്സ്. അതൊക്കെ എടാ MC യൂട്യൂബ് നിർത്തിപ്പോടാ, അല്ലെങ്കിൽ നിൻ്റെ യൂട്യൂബ് ചാനൽ ഞങ്ങൾ അടിച്ചു പിടിക്കോടാ.
അതിനുശേഷം ഞാൻ അവിടെ ഓടി. ഞാൻ അത്രയ്ക്ക് പ്രോയൊന്നുമല്ല 3 സോമ്പിനെയും ഒറ്റക്ക് കൊല്ലാൻ. അതുകൊണ്ട് അവിടുന്ന് ഞാൻ നേരെ സ്കൂട്ടായി ഒരു കേവ് കണ്ടുപിടിക്കാൻ ഇറങ്ങി. അങ്ങനെ ഞാൻ കുറച്ച് ദൂരം നടന്നപ്പോൾ എനിക്ക് ഷീപ്പിനെ കിട്ടി. അങ്ങനെ ഈ ഷീപ്പിനെ തട്ടി ഞാനൊരു ബെഡും ഉണ്ടാക്കി ഉറങ്ങി. അങ്ങനെ രാവിലെ ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ കുറേ ഷീപ്പും കൗവും. അപ്പം അതിനെയൊക്കെ ഞാൻ തട്ടി. അങ്ങനെ ഞാൻ കുറേ ഷീപ്പിനെയും കൗവിനെയും കൊന്ന് ഇത്രയും ഫുഡ് കളക്ട് ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് എനിക്കൊരു കേവിങ് കിട്ടി. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ആ കേവിൻ്റെ അകത്ത് കയറിയുള്ള അയണും കോളും സോമ്പിനെയൊക്കെ തട്ടി. സോമ്പി എന്ന് പറയാൻ പറ്റൂല ഇതിന് സ്പൈഡർ സ്കെൽട്ടൺ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞാൻ സ്കെൽട്ടൺ കൂടെ ഒരു വലിയൊരു പോരാട്ടം നടന്നു. അത് ഞാൻ തന്നെ ജയിച്ചു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന എല്ലാ അയണും ഞാൻ മൈൻഡ് ചെയ്തു. അതിനുശേഷം ഞാനതെല്ലാം സ്മെൽറ്റ് ചെയ്തെടുത്ത് ഹാർമർ ഉണ്ടാക്കാൻ തുടങ്ങി. കേവ് ആണെങ്കിൽ ചെറുതായിരുന്നു ഗൈസ്. ആ കേവിൽ അധികം റിസോഴ്സും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ കേവിൽ നിന്ന് ഇറങ്ങി. പിന്നെ അടുത്ത കേവ് തപ്പാൻ തുടങ്ങി. എനിക്ക് പെട്ടെന്ന് തന്നെ പുതിയ കേവും കിട്ടി. ആ കേവിൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് വലിയ കേവാന്ന്. ഈ കേവ് ഞാൻ വിചാരിച്ചത് കാട്ടി വലുതായിരുന്നു. അതിനുശേഷം എനിക്കൊരു ഡീപ് സ്ലേറ്റ് സ്ഥലം കിട്ടി. എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഇവിടെ ഡയമണ്ട് കിട്ടുന്നു. ഞാൻ വിചാരിച്ചതിൻ്റെ കാട്ടി 2 ഡയമണ്ട് എനിക്ക് ഇവിടെ കിട്ടി. ഫസ്റ്റ് എനിക്ക് ആദ്യമൊക്കെ ഇറങ്ങാൻ പേടിയുണ്ടായിരുന്നു. പിന്നെ 2 കൽപ്പിച്ച് ഞാൻ ഇറങ്ങി. ഞാൻ എൻ്റെ മൈൻക്രാഫ്റ്റിലെ ഫുൾ ബുദ്ധിയെടുത്ത് വാട്ടർ ബക്കറ്റ് ഒഴിച്ച് അങ്ങോട്ട് ഇറങ്ങി. ആൻഡ് ഇവിടുന്നാണ് എനിക്ക് ഡയമണ്ട് കിട്ടാൻ തുടങ്ങിയത്. ഫസ്റ്റ് ഗോൾഡും മൈൻ ചെയ്ത് ഡയമണ്ടും മൈൻ ചെയ്താണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. കാര്യം ഗോൾഡ് അവിടെ വെച്ച് ആവശ്യം വരും, ഡയമണ്ടും ആവശ്യം വരും. ഡയമണ്ട് ആർമർ ഉണ്ടാക്കാൻ ഗോൾഡ് വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യാം. എനിക്ക് പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ഡയമണ്ടും കിട്ടി. അത് ഞാൻ എൻ്റെ ഇൻവെർട്ടറിൽ എടുത്തുകയും ചെയ്തായിരുന്നു. ഫസ്റ്റ് എനിക്ക് അതിന് വരെ സ്ട്രിങ് കളയേണ്ടി വന്ന്. അതിനുശേഷം ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ഡയമണ്ടും ഞാൻ മൈൻഡ് ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ തന്നെ. ഏകദേശം മണിക്കൂറോളം മൈൻഡ് ചെയ്ത് എനിക്ക് ഏകദേശം 34 ഡയമണ്ട് കിട്ടി. അതിനോടൊപ്പം എനിക്ക് കുറച്ച് ഗോൾഡും കിട്ടി. ഇതൊക്കെ ഞാൻ സ്മെൽറ്റ് ചെയ്യാനിട്ട് എന്നിട്ട് നെതർ പോർട്ടലിന് വേണ്ടി 20 ഒബ്സിഡിയൻ കളക്ട് ചെയ്ത് 10 ഇവിടുന്ന് പോകാൻ. ബാക്കി 10 അടുത്ത വീഡിയോ പറയാം എന്തിനാന്നൊക്കെ കാര്യം. അത് അടുത്ത വീഡിയോയിലേക്കുള്ളല്ലേ. അപ്പം ഞാൻ അപ്പം തന്നെ പെട്ടെന്ന് ആർമറും എല്ലാം സ്മെൽറ്റ് ചെയ്യാനിട്ട്. അങ്ങനെ ഞാനൊരു റെൻറ്റ് പോർട്ടൽ ശരിയാക്കി അതിനെ ലൈറ്റപ്പ് ചെയ്തു. ആൻഡ് 10 എൻ്റെ കയ്യിലുമുണ്ട് ബാക്കപ്പിന് വേണ്ടി. അത് ഞാൻ എന്തായാലും അടുത്ത വീഡിയോ പറയാം എന്തിനാന്ന് ചിലർക്ക് മനസ്സിലായി കാണും. അപ്പം ഇനി ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ.